വേദിയിൽ ഞാൻ നിൽക്കുമ്പം എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ, അത് കാരണം ഇതൊന്നും പറയാൻ പറ്റുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പടം റിലീസായപ്പോൾ ഞാൻ ദുഃഖം വീണ്ടും പറഞ്ഞു തുടങ്ങുമല്ല, അത് ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്നുമില്ല. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഈ ദുഃഖം മറികടന്ന് നമ്മൾ സംസാരിക്കുമല്ലോ, അത് എക്സൈറ്റ്മെൻ്റ് അല്ല. പക്ഷേ നമ്മൾ മറികടന്ന് സംസാരിക്കുമ്പോഴത്തേക്കും വളരെ ഫ്ലുവൻ്റായിട്ട് മലയാളമായാലും ഹിന്ദി ആയാലും, ഇംഗ്ലീഷ് കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷേ ഇംഗ്ലീഷും നല്ല ഫ്ലുവൻ്റായിട്ട് വരും. പക്ഷേ ഇന്ന് ഈ എക്സൈറ്റ്മെൻറ്റ് കുറച്ച് കൂടിയത് കാരണം ചില വാക്കുകൾ ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ക്ഷമിക്കണം. ഒരുപാട് സമയം ഞാൻ എടുക്കില്ല. ഒരുപാട് നന്ദി നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ഇൻവൈറ്റ് സ്വീകരിച്ച് ഇവിടെ എത്തിയതിൽ. ഭരതനാട്യത്തിൻ്റെ രണ്ടാമത്തെ ഫ്രാഞ്ചൈസി മോഹിനിയാട്ടം ഒരു വലിയ ബ്ലോക്ക് ബസ്റ്ററാക്കി തന്ന കേരളത്തിലെ ഓഡിയൻസ്, അവരോടും നന്ദി. ഓവർസീസ് കണ്ട അവരോടും നന്ദി. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ മലയാളികളും മലയാളികളല്ലാത്ത ആൾക്കാരും ഒക്കെ സിനിമ കണ്ടു. അവർക്കും ഈ ഒരു വേദിയിൽ വെച്ച് ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുവാണ്. സോ വെരി ഹാപ്പി. ഞാൻ ആക്ച്വലി ജീവിതത്തിൽ വിചാരിച്ചില്ല ഇങ്ങനൊരു ഫംഗ്ഷൻ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന്. ഞാൻ സപ്പോർട്ടിംഗ് റോൾ ചെയ്ത പല സിനിമകളുടെയും ഹിറ്റായതിനു ശേഷം ഇങ്ങനത്തെ ഫങ്ഷൻസ് നടന്നിട്ടുണ്ട്. എബ്രിഡ് ഷൈൻ ഇവിടെ ഇരിപ്പുണ്ട്, അദ്ദേഹത്തിൻ്റെ ആക്ഷൻ ഹീറോ ബിജുവിൻ്റെ ഫംഗ്ഷനിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. മിഥുൻ മേനൽ തോമസ് ഇവിടെ ഇരിപ്പുണ്ട്, അദ്ദേഹത്തിൻ്റെ ആട് 2 ഫംഗ്ഷൻ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ ഞാൻ സപ്പോർട്ടിംഗ് റോളാണ് ചെയ്തത്. എൻ്റെ ഓരോ സിനിമ വരുമ്പോഴും ആ പടം ഒരു വലിയ വിജയമാവുമെന്ന് വെറുതെയെങ്കിലും ഞാൻ ചിന്തിച്ചിരുന്നു. പക്ഷെ അതൊന്നും ഒരിക്കലും സംഭവിക്കാണ്ട് പോയി. പക്ഷേ മോഹിനിയാട്ടത്തിൽ അത് സംഭവിച്ചു. ഇതൊരു സ്വപ്നം പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇന്ന് ഞാനിവിടെ നിൽക്കുമ്പോൾ. ദൈവം ഇതെനിക്ക് തന്നല്ലോ. 21 years, 21 വർഷത്തെ കാത്തിരിപ്പാണ്. എന്താകും എൻ്റെ കരിയർന്ന് എനിക്കും അറിയില്ലായിരുന്നു, എൻ്റെ അമ്മയ്ക്കും അറിയില്ല, എൻ്റെ ഭാര്യയ്ക്കും അറിയില്ല, എൻ്റെ മക്കൾക്കും അറിയില്ല, എൻ്റെ അച്ഛനും അറിയില്ല, എൻ്റെ ഇൻലോസിനും അറിയില്ല, ആർക്കും അറിയില്ല. പക്ഷേ ഞാൻ ദൈവത്തിൽ ഭയങ്കരമായിട്ട് വിശ്വസിച്ചിരുന്നു. ദൈവത്തിൽ വിശ്വസിച്ചത് സിനിമകൾ കിട്ടുമെന്ന് മാത്രമല്ല, എൻ്റെ അഭിനയവും ദൈവം നന്നാക്കി തരുമെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അത് എവിടെയോ മലയാളം ഇൻഡസ്ട്രിയുടെ സപ്പോർട്ട് കാരണം എനിക്ക് റെഗുലർ ഇൻ്റർവെൽസിൽ സിനിമകൾ കിട്ടി തുടങ്ങി. ക്യാമറയുടെ മുമ്പിൽ ഞാൻ അപ്പം എൻ്റെ ഫാമിലിയിലെല്ലാവരും ഹാപ്പിയാണ്. അവരും വലിയ ഓവർ എക്സൈറ്റ്മെൻ്റ് ഒന്നും കാണിക്കുന്നില്ല. ഞങ്ങൾ ആസ് എ ടീം എല്ലാവരും തിയേറ്ററിൽ മോഹിനിയാട്ടത്തിൻ്റെ ഷോസ് നടക്കുമ്പോൾ പോയപ്പം എല്ലാവരും നമ്മുടെ ടീമിൽ എല്ലാവരും ഹാപ്പിയാണ്. അപ്പോൾ ദിവ്യയും ശ്രുതിയൊക്കെ എന്നോട് ചോദിക്കും, ചേട്ടാ എന്താണ് ഉള്ളൂർന്ന് സന്തോഷിക്കാത്തതെന്ന്. എനിക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല, കാരണം ഇതൊക്കെ ശരിക്കും സംഭവിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ് ഇല്ല, നാളെ ഞാൻ ശരിയാക്കാം, നാളെ നമ്മൾ പോകുന്ന തിയേറ്ററിൽ ഞാൻ എൻ്റെ എക്സൈറ്റ്മെൻറ്റ് കാണിക്കാം. പക്ഷേ അത് കാണിച്ചിട്ടില്ല, ഇന്ന് ഞാൻ കാണിക്കുന്നില്ല. പക്ഷേ ഉള്ളിൽ ഞാൻ തുള്ളിച്ചാടുവാണ്. സോ എനിവേസ്, താങ്ക്സ് എ ലോട്ട് ഫോർ എവറിത്തിങ്. നിങ്ങളുടെ ബ്ലെസ്സിങ്സ് കൊണ്ട് തന്നെയാണ് ഇതൊക്കെ സംഭവിച്ചത്. നമുക്കപ്പം ബാക്കി നമ്മുടെ പരിപാടിയിലേക്ക് കടക്കാം. താങ്ക് യു വൺസ് അഗൈൻ. താങ്ക് യു വെരി മച്ച് സൈജു ചേട്ടാ. അടുത്തായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് തീർച്ചയായും ഒരു സിനിമയുടെ ക്യാപ്റ്റൻ, എൻ്റെ സംവിധായകൻ തന്നെയാണ്. ഈ സിനിമ നമുക്കറിയാം ഒരു നായകൻ്റെയോ അല്ലെങ്കിൽ നായികയുടെയോ കഥയല്ല, എല്ലാവരുടെയും ഓരോ കഥാപാത്രങ്ങൾക്കും പ്രാധാന്യമുണ്ട്. സാധാരണ ഒരു സിനിമയിൽ 1-2 പേരായിരിക്കും തഗ് ഡയലോഗുകളൊക്കെ പറയുന്നത്. ഇതിൽ എല്ലാ കഥാപാത്രങ്ങൾക്കും തഗ് ഡയലോഗുകളുണ്ട് അല്ലേ? അപ്പോൾ വളരെ മനോഹരമായ രീതിയിൽ ഇത്രത്തോളം വരുന്ന അഭിനേതാക്കളെയൊക്കെ ഒരുമിച്ച് കൊണ്ട് ഒരു മനോഹരമായ ചിത്രം ഒരുക്കിയ ചിത്രത്തിന്റെ സംവിധായകൻ നിറഞ്ഞ കൈയോടുകൂടി വേദിയിലേക്ക് ശ്രീ കൃഷ്ണദാസ് മുരളി, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ദി ഡയറക്ടർ ശ്രീ കൃഷ്ണദാസ് മുരളി ഓൺ സ്റ്റേജ്. താങ്ക് യു. വലിയ സന്തോഷം. കാരണം കഴിഞ്ഞ തവണ ഭരതനാട്യത്തിനൊരു സക്സസ് പാർട്ടി ഞങ്ങൾ വെച്ചിരുന്നു. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തളരാതിരിക്കാൻ വേണ്ടി നടത്തിയൊരു പരിപാടിയായിരുന്നു. അത് ഞങ്ങൾക്ക് മാത്രം അറിയാവുന്ന, പുറത്തുനിന്നൊന്നും അധികം ആൾക്കാരെ വിളിക്കാതെ നടത്തിയൊരു പരിപാടിയായിരുന്നു. നമ്മളങ്ങനെ തോറ്റിട്ടൊന്നുമില്ല എന്ന് തോമസ് ഏട്ടൻ പറയാതെ പറഞ്ഞ് നടത്തിയൊരു പരിപാടിയായിരുന്നു അത്. അപ്പോൾ അതിൽ നിന്നൊരു സെക്കൻഡ് പാർട്ട് ചെയ്യാൻ പറ്റുമെന്നും ആ സെക്കൻഡ് പാർട്ടിൽ ഇതുപോലൊരു ഒറിജിനൽ സക്സസ് പാർട്ടി വരുമെന്നൊന്നും സത്യം പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചില്ല. അത്
ഇതിൻ്റെ ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും തോമസ് ഏട്ടനും സൈജോട്ടനും തന്നെ പോകേണ്ടത് തന്നെയാണ്. കാരണം ഈ ഒരു സിനിമ ചെയ്യുക എന്നുള്ളൊരു പ്ലാൻ പോലും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഭരതനാട്യം ചെയ്തു, അത് തിയേറ്ററിൽ അങ്ങനെയായി, അത് വിട്ടു. ഇനി അടുത്തത് വേറെ എന്തെങ്കിലും ആലോചിക്കാമെന്ന് കരുതിയിരുന്ന സമയത്താണ് തോമസ് ഏട്ടനും സൈജോട്ടനും പറഞ്ഞത് നമുക്ക് സെക്കൻഡ് പാർട്ട് തന്നെ ആലോചിക്കാം. ഞാൻ പറഞ്ഞു ചേട്ടാ സെക്കൻഡ് പാർട്ടൊക്കെ ഇതിന് വേണം, അത് എങ്ങനെയൊക്കെയോ തട്ടുകളിൽ അത് OTT രക്ഷപ്പെട്ടു പോയി, ഇനി അതിൻ്റെ മേലെ വീണ്ടും പണിത് ചീത്തപ്പേര് പഠിക്കാൻ നിൽക്കണോ എന്നുള്ളതായിരുന്നു എൻ്റെ പേടിയുണ്ടായിരുന്നത്. എൻ്റെയും കോറേറ്ററായിട്ട് ഇതിൽ വിഷ്ണു ഉണ്ടായിരുന്നു, വിഷ്ണു പ്രദീപ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതേ കാസ്റ്റ് വെച്ചുകൊണ്ട് വേറൊരു സിനിമ ആലോചിച്ചാലോ എന്ന് ചോദിച്ചപ്പോൾ അത് ബിസിനസ്സാണല്ലോ, പുള്ളിയുടെ തലയിൽ ഉദിച്ചതാണ്, വേണ്ട നമുക്ക് ഇതിൻ്റെ തന്നെ സെക്കൻഡ് പാർട്ട് ചെയ്യാം, ആൾ വരും എന്ന് തോമസ് സാറിൻ്റെ ഐഡിയ ആയിരുന്നു. സൈജോട്ടനും സപ്പോർട്ട് ചെയ്തു. എന്നാൽ പിന്നെ ഒരു കൈ നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി തുടങ്ങിയതായിരുന്നു മോഹിനിയാട്ടം. നേരത്തെ പറഞ്ഞ തഗ് ഡയലോഗുകളാണെങ്കിലും റെഫറൻസുകളാണെങ്കിലൊക്കെ പേടിപ്പുറത്ത് വന്നിട്ടുള്ളതാണ്. ഇത് എങ്ങനെയെങ്കിലും ഓടണം എന്നുള്ളതുകൊണ്ട് പേടിപ്പുറത്ത് എഴുതി കൂട്ടിയിട്ടുള്ളതാണ്. പിന്നെ ഒരെണ്ണം ഉണ്ടായിരുന്നു, ഒരു പടം തിയേറ്ററിൽ പാളി സെക്കൻഡ് പാർട്ട് ഇറക്കി ഹിറ്റടിച്ച ഒരാൾ ഉണ്ട്, യെസ് ഒരു അദ്ദേഹത്തിൻ്റെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു. പുള്ളിയാണ് നമുക്ക് സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ തൊട്ട് പിന്നെ ത്രൂ ഔട്ട് ചെയ്ത് അടിക്കുന്നു കൊണ്ട് നമുക്ക് സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടായിരുന്നത്. അതങ്ങനെ തന്നെ സംഭവിച്ചു. വലിയ സന്തോഷം. ഒരു സിനിമ ചെയ്യുക എന്നുള്ള ആഗ്രഹം മാത്രമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്, അതിനൊരു രണ്ടാമതൊരു സിനിമ ചെയ്യാൻ പറ്റിയെന്നുള്ളതും ആ സിനിമയ്ക്ക് ഇതുപോലൊരു പാർട്ടി വച്ചതുമൊക്കെ സൈജോട്ടൻ പറഞ്ഞ പോലെ തന്നെ അത് വലിയ സ്വപ്നമായിട്ട് തന്നെ നിൽക്കുന്നു. ഇപ്പം അടുത്ത സിനിമകളൊക്കെ ചെയ്യാനുള്ള ഇതൊക്കെ മുന്നിൽ വന്ന് നിൽക്കുന്നത് കഴിഞ്ഞ അതാണൊന്നും നടന്നില്ലേ. അപ്പോൾ സന്തോഷം. ഇനി എന്തെങ്കിലും വേറെയും കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ. താങ്ക് യു വെരി മച്ച് സർ. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും വളരെയധികം സന്തോഷിക്കുന്നൊരു ദിവസമാണ്. പക്ഷേ ഈ സന്തോഷത്തിൻ്റെ ഈ ഒരു സായനത്തിലും നമുക്ക് ഒരല്പം നൊമ്പരം പകരുന്ന ഒരു ഓർമ്മയുണ്ട്. നമുക്കറിയാം, ചിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ടൊരു കഥാപാത്രം രഘുനന്ദൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നടൻ ശ്രീ സന്തോഷ് കെ നായർ, അദ്ദേഹം നമ്മളെ വിട്ടുപോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നമ്മളൊരു ചെറിയൊരു ട്രിബ്യൂട്ട് വീഡിയോ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം. താങ്ക് യു. പല ദശാബ്ദങ്ങളായിട്ട് തന്നെ മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന ഒരുപാട് നല്ല കഥാപാത്രങ്ങളെ നമുക്ക് സമ്മാനിച്ച സന്തോഷേട്ടൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആദരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ അവരെ നമ്മൾ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്, അവരെ ആദരിക്കുകയാണ്. അതിന് മുന്നോടിയായി അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ ആദരിക്കുന്നതിന് വേണ്ടി ഒരിക്കൽ കൂടി തോമസ് സാറിനെയും സൈജു കുറുപ്പ് ചേട്ടനെയും അതുപോലെ തന്നെ കൃഷ്ണ സാറിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മൂന്നുപേരും ഒന്ന് സ്റ്റേജിലേക്ക് വരുന്ന റിക്വസ്റ്റ് ചെയ്യാണ്. അടുത്തായി ഏറ്റവും നിറഞ്ഞ കൈയടിയോടുകൂടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന സന്തോഷേട്ടൻ്റെ കുടുംബാംഗങ്ങളെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം, ക്ഷണിക്കാം. ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മളെ വിട്ടുപോയ ഭരതനാട്യം, മോഹിനിയാട്ടം കുടുംബാംഗമായ മലയാള സിനിമയിൽ ഒരുപാട് ശക്തമായ കഥാപാത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച് സന്തോഷേട്ടനെ ആദരിക്കുന്ന ഒരു ചടങ്ങിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട കഥാപാത്രത്തെ അവതരിപ്പിക്കുമെന്നാൽ ഇന്ന് നമുക്കൊപ്പം ഇവിടെ ഇല്ലാതെ പോയ നമ്മുടെ സന്തോഷേട്ടൻ്റെ ഫാമിലിയാണ് നമ്മൾ ആദരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ ശാന്തിക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. താങ്ക് യു വെരി മച്ച് മാഡം. താങ്ക് യു. എല്ലാവരും സീറ്റുകളിലേക്ക് തന്നെ ഇരിക്കുക. താങ്ക് യു വെരി മച്ച്.
അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയൊരു അജണ്ട എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒരുപാട് പേരെ ആദരിക്കാണ്ട് ഏകദേശം 150 പേരാണ് ഈ കുടുംബത്തിൻ്റെ ഭാഗമായിട്ടുള്ളത്. തീർച്ചയായും നേരത്തെ പറഞ്ഞതുപോലെ ഇത് 1-2 പേരുടെ കഥയല്ല, ഒരു വലിയൊരു കുടുംബത്തിൻ്റെ കഥയാണ്. അതിൽ ഓരോ കഥാപാത്രങ്ങൾക്കും പ്രാധാന്യമുണ്ട്. കഥാപാത്രങ്ങൾക്ക് ചിത്രത്തിൽ വന്ന ക്യാരക്ടേഴ്സിന് എല്ലാവർക്കും നല്ല കൈയടി കിട്ടി. എന്നാൽ കൈയടി കിട്ടാത്തവരുണ്ട്. അത് തീർച്ചയായും പ്രിയപ്പെട്ട ആളുകളാണ് സിനിമ കണ്ട് ഇതിനെക്കാട്ടും വലിയ വേറൊരു കോമഡി പറയാനുണ്ടല്ലോ. കഴിഞ്ഞ മാസം ഞാൻ സിനിമ കണ്ടിട്ട് ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് ഇരിക്കുകയായിരുന്നു വയനാട്ടിൽ. അപ്പോൾ ഇരിക്കുന്ന സമയത്ത് അവരെല്ലാവരും കൂടെ മോഹിനിയാട്ടത്തിനെ കുറിച്ച് പറഞ്ഞ് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ സൈജുഭായ് എൻ്റെ സുഹൃത്താണ്, വേണമെന്നുണ്ടെങ്കിൽ നേരിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഫോൺ ചെയ്തിട്ട് അവരെല്ലാവരും സൈജുഭായിൻ്റെ അടുത്ത് സംസാരിച്ച് വയ്ക്കാൻ നേരത്ത് പിന്നെ സൈജുഭായി പറഞ്ഞു, 26-ാം തീയതി സെലിബ്രേഷൻ ഉണ്ട്, വരണേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ വരാം, 28 വരണേന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ അടിമാലിയിലായിരുന്നു. കറക്റ്റ് 28-ന് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി. ഞാൻ അടിമാലി വിട്ട് ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ സൈജുഭായിനെ വിളിച്ചു, എവിടെയാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ വിളിച്ച പുള്ളി തായ്ലൻഡിലാണ്. അപ്പോൾ പറഞ്ഞ അടുത്ത മാസമാണെന്ന്. അപ്പം ഞാൻ കഴിഞ്ഞ മാസം ഇറങ്ങിയ ആളാണ്. എനിക്ക് ഒരുപാട് സന്തോഷം. കലാരൻ ചേച്ചി ഭയങ്കര അടിപൊളിയായിരുന്നു. ഒരുപാട് എല്ലാവരും പേരെടുത്ത് പറയുന്നില്ലായിരുന്നു, പക്ഷേ ഒരുപാട് ചിരിച്ച് സന്തോഷിച്ചൊരു സിനിമയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഈ ഒരു ദിവസം ഇവിടെ നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ നിൽക്കാൻ പറ്റിയിട്ടും ഒരുപാട് സന്തോഷം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച് ശ്രീ സനിവേ. അടുത്തതായി നമ്മുടെ കുടുംബാംഗങ്ങളെ ആദരിക്കുന്നതിന് വേണ്ടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് കൂമൻ, 12th മാൻ തുടങ്ങിയ ചിത്രങ്ങൾക്ക് തിരക്കഥയൊരുക്കിയ പ്രമുഖ റൈറ്റർ ശ്രീ കൃഷ്ണകുമാർ അവരുടെ വേദിയിലേക്ക്. സന്തോഷമുണ്ട് ഇവിടെ നിൽക്കുമ്പം. അങ്ങനെ സൈജുവേട്ടൻ്റെ 150ാമത്തെ സിനിമ തിയേറ്ററിൽ വലിയ വിജയമായതിൻ്റെ വേദിയിൽ വെച്ച് ആ സിനിമയ്ക്ക് ധാർമ്മിക പിന്തുണ കൊടുത്തതിൻ്റെ പേരിൽ എനിക്കൊരു ഫലകം തന്നിരിക്കുകയാണ്. അതിലേറെ സന്തോഷം. കാരണം സൈജുവേട്ടനും ഞാനും വർഷങ്ങളോളം നീണ്ട സുഹൃത്ത് ബന്ധമാണ്. അദ്ദേഹം നായകനായുള്ള ഒരു സിനിമ വിജയിക്കുക എന്നുള്ളത് അദ്ദേഹത്തെ പോലെ തന്നെ ഞങ്ങൾ കുറച്ചധികം സുഹൃത്തുക്കൾ ആഗ്രഹിച്ചൊരു കാര്യമാണ്. അപ്പം ദാസപ്പൻകുട്ടി കൃഷ്ണദാസ് ഇതിൻ്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് എന്നെക്കൊണ്ട് ആദ്യമായിട്ട് വായിപ്പിച്ച ആ സമയത്ത് തന്നെ ഞാൻ ഒരുപാട് ചിരിച്ചിരുന്നു. സൈജുവേട്ടനോട് ഞാൻ പറഞ്ഞു, ഇത് വർക്കാവും. റിലീസിൻ്റെ സമയത്തെല്ലാം സ്വന്തം സിനിമ റിലീസാവുന്നത് പോലുള്ള സംഘർഷമായിരുന്നു. കാരണം ദാസപ്പൻ പറഞ്ഞൊരു അടിക്കും എന്ന് ഞാൻ പറഞ്ഞിരുന്നെങ്ങാനും വർക്കൗട്ടായില്ലെങ്കിൽ നമ്മുടെ ജഡ്ജ്മെൻറ്റ് മൊത്തം പാളിപ്പോകുമല്ലോ എന്നുള്ള ആശങ്കയിലായിരുന്നു. പക്ഷേ സിനിമ വലിയ വിജയമായെന്ന് മാത്രമല്ല, സിനിമ ഒരു കൾട്ട് സ്റ്റാറ്റസിലേക്ക് അതിൻ്റെ കഥാപാത്രങ്ങളെല്ലാം എത്തിച്ചേർന്നു. ഒരു വലിയ സിനിമാറ്റിക് യൂണിവേഴ്സ് പോലും തുടങ്ങാവുന്ന രീതിയിലേക്ക് ഓരോ ക്യാരക്ടേഴ്സിനും, ചെറുതും വലുതുമായ ഓരോ ക്യാരക്ടേഴ്സിനും പ്രേക്ഷക പിന്തുണയുണ്ടായി, ആരാധകരുണ്ടായി. അവർ പറഞ്ഞ സംഭാഷണങ്ങളെല്ലാം പ്രേക്ഷകർ ഏറ്റെടുത്തു. അങ്ങനെ ഭരതൻ നായരുടെ ഫാമിലി മലയാള സിനിമയുടെ ചരിത്രത്തിലേക്ക് ഭരതൻ നായരും കുടുംബവും നടന്നു കയറി. ഇതൊക്കെ ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സന്തോഷത്തിൽ പങ്കുചേരുന്നു. അതോടൊപ്പം തന്നെ വളരെ സന്തോഷത്തോടു കൂടി സൈജുവേട്ടൻ്റെ, തോമസ് ഏട്ടൻ്റെ നിർമ്മാണ കമ്പനിയിൽ നിന്നും ഒരു ഫലകം കൂടി കൈപ്പറ്റുകയാണ്. താങ്ക് യു. 2015 നമുക്ക് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൂടിയുണ്ട്. നമ്മുടെ മോഹിനിയാട്ടം ടീം കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ ഗിഫ്റ്റാണ്. നല്ലൊരു ക്ലാപ്പ്. താങ്ക് യു വെരി മച്ച്. ധാർമ്മിക പിന്തുണയും സ്നേഹ പിന്തുണയൊക്കെ നൽകിയതിന് ഒരിക്കൽ കൂടി പ്രിയ സംവിധായകൻ ശ്രീ മിഥുൻ മാനുവൽ തോമസ് സാറിന് ഒരുപാട് നന്ദി. സ്പെഷ്യൽ ഗിഫ്റ്റ് കിട്ടിയ സ്ഥിതിക്ക് ദാസപ്പൻകുട്ടിയോട് ഒരു വാക്കുകൂടി, ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയെങ്കിലും അടുത്ത ഡ്രാഫ്റ്റ്, അടുത്ത പടത്തിന് അനൗൺസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഡ്രാഫ്റ്റ് എന്നെ കൊണ്ടൊന്ന് വായിപ്പിക്കണം. ഇവരാണ് നിർമ്മാണ കമ്പനിയെങ്കിൽ വീണ്ടും ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് മേടിക്കാനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. അടുത്തതായി ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഇത് അപ്രതീക്ഷിതമായി കൊണ്ടൊരടിയാണ്. കാരണം ഇവിടെ മൊമെൻറ്റോ മേടിച്ചവർ
തിരിഞ്ഞ് അങ്ങോട്ട് പോകുന്നതാണ് പതിവ്. ഞാനും അതുപോലെ മാനസികമായിട്ട് സെറ്റ് ചെയ്താണ് വന്നത്. അതിൽ ഒരുപാട് സന്തോഷം. ഏറ്റവും ബഹുമാന്യരായ നടന്മാരും സാങ്കേതിക പ്രവർത്തകരും ഒക്കെയുള്ള വേദിയാണ്. വിജയത്തിൻ്റെ ഭാഗമാകാൻ കഴിയുന്നതും നമുക്കൊരു അഭിമാനമാണ്. ഒരു സീൻ അഭിനയിക്കാനാണ് എന്നെ മോഹിനിയാട്ടത്തിൽ വിളിച്ചത്. 1 മണിക്കൂർ കൊണ്ട് ആ പരിപാടിയും കഴിഞ്ഞ് ഞാൻ പോയി. പക്ഷേ പ്രമോ കണ്ടപ്പോൾ എന്നെ ആളുകൾ വിളിച്ചു, നീ നായകനായിട്ട് അഭിനയിക്കുന്ന പടത്തിൽ ഈ സൈജു കുറുപ്പും സുരാജൊക്കെ ഉണ്ടല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. കാരണം ഒരു സീനാണ് അഭിനയിച്ചെങ്കിലും ഈ പ്രമോയിൽ മുഴുവൻ എൻ്റെ സീനാണ് കൊടുത്തത്. അപ്പോൾ ഒരുപാട് സന്തോഷം. പ്രധാന നടനായി മാറിയുന്ന ആളുകൾ തെറ്റിദ്ധരിച്ചെങ്കിലും ഇതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഇപ്പോൾ സൈജു കുറുപ്പ് പറഞ്ഞു, കഴിഞ്ഞ പടത്തിൻ്റെ വിജയാഘോഷത്തിൽ ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ പറ്റിയില്ല. അദ്ദേഹം പറഞ്ഞൊരു വാക്ക് എനിക്ക് ഓർമ്മയുണ്ട്. കാരണം ദൈവം തീരുമാനിച്ചിട്ടുണ്ടാവും നീ കോടികൾ കൊണ്ട് കളിക്കാനുള്ള ആളായിട്ടില്ല, ഇല്ലേ സൈജേട്ടാ, ഇപ്പം 1000 കൊണ്ട് കളിച്ചാൽ മതി എന്ന് പറഞ്ഞതുകൊണ്ടാണ് ആ പടം തിയേറ്ററിൽ പരാജയപ്പെട്ടത്. ഇപ്പോൾ ദൈവം നിശ്ചയിച്ചിരിക്കുന്നു, സൈജു കുറുപ്പും തോമസിയാറിനൊക്കെ കോടികളിട്ട് കളിച്ചോളാൻ പറഞ്ഞ് അനുമതി തന്നു. അടുത്ത പടത്തിലും ഞങ്ങളെയൊക്കെ തന്നെ പെടുത്തുകയാണെങ്കിൽ 200-300 കോടിയിട്ട് കളിക്കാനുള്ള അനുഗ്രഹം ദൈവം തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ വെച്ച് ഈ എളിയ അംഗീകാരം സ്വീകരിക്കാൻ കഴിഞ്ഞതിലുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. പേ ബാക്ക് ടൈമാണ്. ബിക്കോസ് എൻ്റെ പ്രൊഡക്ഷനിൽ ഒരുപാട് സിനിമകളിൽ സൈജു അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് കൊടുത്തിട്ടേ ഉള്ളൂ മെമെൻറ്റോസ്. ആദ്യമായിട്ട് സൈജുവിൻ്റെ കൂടെ സൈജു പ്രൊഡക്ഷനിൽ ഭാഗമാകുന്ന ഒരു സിനിമയിൽ ചെറിയ നേരത്തെ പറഞ്ഞാൽ 1 മണിക്കൂറെങ്ങാണ്ട് ഞാൻ വന്നുള്ളത്. ഞാൻ ചോദിച്ച് വാങ്ങിച്ച വേഷമാണ്. ആടിൽ അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ സൈജു പലപ്പോഴും ഇങ്ങനെ മോഹിനിയാട്ടത്തിൻ്റെ തോട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പം ആടിൻ്റെ പൂജയുടെ അന്ന് തന്നെയാണ് മോഹിനിയാട്ടം എന്ന് പറഞ്ഞ സിനിമ വരുന്നുവെന്ന് സൈജു അനൗൺസും ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഈ സിനിമയിൽ ഞാൻ എന്തായാലും ഒരു റോള് ചെയ്യും. അപ്പം ചെയ്യുമോ എന്ന് സൈജു ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഇത് എന്തായാലും ഒരു സീനെങ്കിലും ഞാൻ വന്ന് ചെയ്യും. കാരണം വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ് സൈജു. അതായത് 2009 തൊട്ട് ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളാണ്. ഇതേപോലൊരു ഞാൻ ചോദിച്ച പോലെ ഒരു കാര്യമാണ് സൈജു അന്ന് എന്നോട് വഴിയിൽ തടഞ്ഞു നിർത്തി ചോദിച്ചത്, എനിക്ക് നിങ്ങളുടെ സിനിമയിൽ ഒരു വേഷം തരുമോ ആടിൽ. അങ്ങനെ അരക്കലബും ഉണ്ടായി. അങ്ങനെ അപ്പോൾ സൈജുവിൻ്റെ ഈ തോട്ട് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പം ഞാൻ പക്ഷെ അതിൻ്റെ കാര്യം വേറെയാണ് കേട്ടോ സൈജു. കാരണം എൻ്റെ സമയം നല്ലതാണെന്ന് ജോത്സ്യം പറഞ്ഞിരുന്നു. അപ്പം ഈ ആടും വാഴയൊക്കെ പോലെ നിങ്ങൾക്കും 19 കോടി കിട്ടട്ടെ എന്ന് ഞാൻ വിചാരിച്ചിട്ട് ഞാൻ സ്റ്റേ കൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. എനിവേസ് താങ്ക് യു വെരി മച്ച് ഫോർ കോളിംഗ് മീ. ഡയറക്ടറിന് ഒരുപാട് നന്ദി ഈ ക്യാരക്ടറിനെ വിളിച്ചതിൽ. ഒരുപാട് സന്തോഷം ഇത്രയും നല്ലൊരു സിനിമയുടെ ഭാഗമാകുന്നതിൽ. പിന്നെ സൈജു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളിലൊരാണ്. സൈജുവിൻ്റെ വളർച്ച അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും, അതായത് ഉയർച്ചയും താഴ്ചയും ഇതെല്ലാം കണ്ടിട്ടുള്ള ഒരാളാണ് സൈജു. ഒരു ഫൈറ്ററാണ്. ഐ മീൻ ബേസിക്കലി ഒരു നടനാവണം അല്ലെങ്കിൽ സിനിമയിൽ എന്തെങ്കിലും ആയിത്തീരണം എന്ന തീരുമാനത്തോടെ ഗോളോടെ ഇവിടെ വന്ന് അതിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ഐ മീൻ അത് സൈജുവിനൊരു ഒരു താഴ്ച ഉണ്ടായിരുന്നല്ലോ. വെൻ ഹി വാസ് ഡൗൺ ഹി കെപ്റ്റ് ഫൈറ്റിംഗ് ഫോർ ഇറ്റ്. ആൻഡ് ഇന്ന് പ്രൊഡ്യൂസറായും ആക്ടറായും നായകനായും വളരെ നല്ല ഉയരത്തിൽ മലയാള സിനിമയിലെ ഏറ്റവും ടോപ്പ് ലെയറിലുള്ള ആക്ടറായി നിൽക്കുന്ന സൈജുവിന് ഒരുപാട് കൺഗ്രാറ്റുലേഷൻസ്. യു ഹവ് അറൈവ്ഡ് ആൻഡ് കീപ് ദ മൊമെൻറ്റം ഗോയിങ്. ആൻഡ് ലൈക്ക് ഐ ഓൾവേസ് സേ പീപ്പിൾ, വെൻ യു റീച്ച് ദ ഹൈറ്റ്സ്, ഹെൽപ്പ് അതേഴ്സ് ടു റീച്ച് ദെയർ ഡ്രീം. അവരുടെ ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ അവർക്കും കൂടെ അവസരം കൊടുക്കണം. അത് ഞാൻ പണ്ട് തൊട്ട് എൻ്റെ സുഹൃത്തുക്കളോട് പറയുന്നത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. സൈജുവിനോടും പുതിയ കലാകാരന്മാർക്ക്, അത് എല്ലാ മേഖലയിലും, ആക്ടിംഗ് ആണെങ്കിലും ടെക്നീഷ്യൻ ആണെങ്കിലും ഏത് മേഖലയിലാണെങ്കിലും പുതിയ ആൾക്കാർക്കും കൂടെ നിങ്ങളുടെ പ്രൊഡക്ഷനിൽ ഇനി മുതൽ അവസരം കൊടുക്കണം. ആൻഡ് ഐ വാസ് റിയലി ഹാപ്പി വിത്ത് ദ എൻസെമ്പിൾ കാസ്റ്റിംഗ് ഓഫ് മോഹിനിയാട്ടം. ഞാൻ കണ്ടപ്പോൾ ഒരുപാട് അതായത് വളരെ എൻസെമ്പിളായിട്ട് അതിൽ ചെറിയ ക്യാരക്ടേഴ്സ് ആണെങ്കിൽ കൂടി കാസ്റ്റ് ചെയ്തു. ഇറ്റ്സ് ബ്രില്യൻറ്റ്. താങ്ക് യു ഫോർ കോളിംഗ് മീ. താങ്ക് യു ഫോർ ഗിവിംഗ് ദ മെമെൻറ്റോ. താങ്ക്സ്. ഗോഡ് ബ്ലെസ്.
അതാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്. നിങ്ങൾ ഈ മെമൻറ്റോ കണ്ടോ? ഇതെന്താണെന്ന് മനസ്സിലാവുന്നുണ്ടോ? സംഭാരവും മിശ്റും നമ്മുടെ മോഹിനീശ്വരിയുടെ പ്രസാദമാണ് വളരെ മനോഹരമായ രീതിയിൽ മെമൻറ്റോ ആയിട്ട് ഒരുക്കിയിരിക്കുന്നത്. അപ്പം നമ്മൾ നിങ്ങളുടെ അടുത്തേക്ക് മൈക്ക് കയറുകയാണ്. എന്താണ് പ്രിയപ്പെട്ടവരോട് പറയാൻ? അല്ല, ഒരുപാട് സന്തോഷമുണ്ട് ഇതിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റിയതിൽ. പിന്നെ എന്നെ ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്ന സൈറ്റിക്കുറിപ്പായിട്ടും തോമസ് തിരുവല്ലേട്ടനും കൃഷ്ണദാസ് മുരളിച്ചേട്ടനും എല്ലാവർക്കും നന്ദി പറയുന്നു. എല്ലാവർക്കും ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത അമ്മമാരും ചേച്ചിമാരും അളിയന്മാരും ബേബി പിന്നെ അഭിരാമേട്ടൻ നന്ദിച്ചേട്ടൻ സാദി ബ്രോ എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു. താങ്ക് യു. താങ്ക് യു. നമ്മൾ ഡ്യുവറ്റ് സോങ് എന്നൊക്കെ പറഞ്ഞ പോലെ രണ്ടുപേരും ഇങ്ങനെ ബാലൻസ് ചെയ്തിട്ടുള്ള ഡ്യുവറ്റ് സ്പീച്ച് നമ്മൾ കേട്ടോ. താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഗംഭീര പ്രകടനമായിരുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ഉണ്ടായിരുന്നു. ഞാൻ പറയാൻ വെച്ചതൊക്കെ ശ്രുതി പറഞ്ഞു. എന്തായാലും വളരെ നല്ലൊരു കുടുംബത്തിനെ കിട്ടി. അതോടൊപ്പം ഒത്തിരി സീനിയർ ആർട്ടിസ്റ്റുകളിലൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചു. മിഥുൻ്റെ 1-2 സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം മിഥുൻ ഇവിടെ ഉള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അതുപോലെ അറിയില്ല എന്താ പറയേണ്ടതെന്ന്. ഒരുപാട് സന്തോഷവും അഭിമാനവും. താങ്ക് യു സോ മച്ച്. ശരിക്കും ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളിലെ കൂടിയാണ് അഭിനയിച്ചത്. അപ്പം അതുമാത്രമല്ല, ഒരുപാട് നല്ല അടിപൊളി കോമഡി മൊമെന്റ്സ് ഒക്കെ നമ്മൾ ശരിക്കും ആസ്വദിച്ചു. ഇപ്പൊ സെറ്റിലും അതിനേക്കാളൊക്കെ എൻജോയ്മെന്റ് ഉണ്ടായി കാണും അല്ലേ? എന്തെങ്കിലും ഒരു നമുക്ക് വേണ്ടി ഷെയർ ചെയ്യാമോ? അയ്യോ, അങ്ങനെ ചോദിച്ചാൽ അറിയില്ല. നമ്മൾ എല്ലാവരും ഒരു ഫാമിലി ആയിരുന്നു. ഇപ്പം ഈ പറഞ്ഞ പോലെ സിനിമ കഴിഞ്ഞപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം സൈജുവിനെ മറ്റൊരു സിനിമയുടെ ഇതിനെ കണ്ടപ്പോൾ ഞാൻ പറയുമായിരുന്നു, കുടുംബത്തിൽ ഒരാളെ കണ്ട സന്തോഷമാണ്. ആരും വേറെ അറിയാത്ത ആൾക്കാരുള്ളപ്പോൾ അയ്യോ എൻ്റെ ആങ്ങളെ കണ്ടു എന്നുള്ളൊരു ഫീലായിരുന്നു സത്യത്തിൽ. ഞാൻ അത് അനുവിനോടും പറഞ്ഞു, സൈജുവിൻ്റെ വൈഫിനോട്. അതുപോലെ നമ്മുടെ കുടുംബത്തിലുള്ള ആരെ എവിടെ വെച്ച് കണ്ടാലും നമുക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകളെ കാണുന്നു എന്നുള്ളൊരു സന്തോഷമാണ്. അപ്പം അങ്ങനെ അനുഭവങ്ങൾ പറയാനാണെങ്കിൽ കുറേ ഉണ്ട്. ഷിപ്പ് എനിക്ക് ഓർമ്മ വരുന്നില്ല ഒന്നും. താങ്ക് യു വെരി മച്ച് ചേച്ചി. ആൻഡ് സൂപ്പർ പെർഫോമൻസ്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി ഭരതനാട്യത്തിനെ കുറിച്ച് പറയാം. ഭരതനാട്യത്തിലേക്ക് എത്താനുള്ള സാഹചര്യം സൈജോട്ടൻ പിടിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ കൃഷ്ണദാസ് കഥ പറയും, ബാക്കി കാസ്റ്റൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ സംഭവം എന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് മലയാള സിനിമ തിയേറ്ററിൽ പോയി കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയുള്ളത് റാംജി റാവ് സ്പീക്കിംഗ് ആണ്. അതിന് മുന്നേ കണ്ടിട്ടുണ്ടാവും, പക്ഷേ എനിക്ക് ഓർമ്മയില്ല. എൻ്റെ ഓർമ്മയിൽ ഞാൻ ആദ്യം കണ്ട മലയാള സിനിമ തിയേറ്ററിൽ റാംജി റാവ് സ്പീക്കിംഗ് ആണ്. അപ്പോൾ തൊട്ട് എനിക്ക് സായി ചേട്ടനും അതുപോലെ മുകേഷ് ചേട്ടനും ഇന്നസെൻ്റ് ചേട്ടനും ഒക്കെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ആരാധനയിൽ അത്രയും ഉയർന്നു നിൽക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ സായി ചേട്ടനെ കാണാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ഒറ്റ കാര്യത്തിലാണ് ഞാൻ ഭരതനാട്യം എന്ന് പറഞ്ഞ സിനിമയിലേക്ക് വരുന്നത്. അപ്പോൾ വന്നപ്പോൾ സൈജോട്ടൻ പറഞ്ഞ് കഥാപാത്രം ചെറുതായിട്ടൊന്നും മാറിയിട്ടുണ്ട് അഭിരാമൻ എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും സൈജോട്ടൻ വിചാരിക്കേണ്ടാവുമ്പോൾ അപ്പോൾ കുഴപ്പമാവോ, അതെ എനിക്ക് പ്രശ്നമൊക്കെ അയ്യോ മാറിയെന്ന് വെച്ച് ഞാൻ. പക്ഷേ എനിക്ക് മറ്റേത് ഓർമ്മയില്ലാത്തതുകൊണ്ട് അത് കുഴപ്പമുണ്ടായില്ല. ആദ്യം പറഞ്ഞ കഥാപാത്രം എനിക്ക് ഓർമ്മയില്ലായിരുന്നു എന്താണെന്ന്, കുറച്ച് മാസങ്ങൾക്ക് മുന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ സ്വാതിദാസ് ചെയ്യേണ്ട കഥാപാത്രം എനിക്ക് വരികയും എൻ്റെത് അങ്ങോട്ട് പോവുകയും അല്ലേ, അങ്ങനെ എന്തോ ഒരു ഷഫിളാണ് നടന്നത്. അല്ല, ആക്ച്വലി ജൂഡ് ആൻ്റണി ആയിരുന്നു നമ്മൾ ആദ്യം വിളിച്ചത്. അപ്പം ജൂഡിന് എന്തോ 2018 എന്തോ പരിപാടികളൊക്കെ ജർമ്മനിയിൽ അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഡേറ്റ്സുമായിട്ട് മാച്ച് ചെയ്യുന്നില്ലായിരുന്നു. അപ്പം അങ്ങനെ ആദ്യം സ്വാതിയുടെ ഇളയ അളിയൻ്റെ ക്യാരക്ടറിലായിരുന്നു അഭിരാമനെ കാസ്റ്റ് ചെയ്തത്. അഭിരാമനെ നമ്മൾ സുഭാഷിലേക്ക് സ്വിച്ച് ചെയ്തിട്ട് ഇവിടെ സ്വാതി കിട്ടും. എന്തായാലും നമ്മുടെ കയ്യിൽ ഭദ്രമാണല്ലോ അല്ലേ, എന്തായാലും. അപ്പോൾ പിന്നെ ബാക്കി എല്ലാവരും സുരാജേട്ടൻ, വിനയ്, അതുപോലത്തെ ആൾക്കാർ, ജഗദീഷ് ചേട്ടനായിട്ട് ഞാൻ 2-3 സിനിമകൾ ഇപ്പോൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ജഗദീഷ് ചേട്ടനും ഞാനും നല്ല സുഹൃത്തുക്കളായി കഴിഞ്ഞു ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ. അങ്ങനെ സുഭാഷ് എന്ന് പറഞ്ഞ കഥാപാത്രം ഭരതനാട്യത്തിൽ ജനിക്കുകയും അത് കഴിഞ്ഞ് കുറച്ച് മാസം കഴിഞ്ഞിട്ട് സൈജോട്ടനെ ഞാൻ ഒരു ഡബ്ബിങ് സ്റ്റുഡിയോയിൽ വെച്ച് കണ്ടപ്പോൾ സൈജോട്ടൻ പറഞ്ഞു, പിന്നെ ഞാൻ ആക്ച്വലി സൈജോട്ടനോട് എന്ത് പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. കാരണം പടം അത്ര നല്ല രീതിയിൽ പോയില്ലല്ലോ. അപ്പോൾ ഇറ്റ്സ് ഓക്കെ, ഡോണ്ട് വറി എന്നൊക്കെ പറയാൻ വേണ്ടി പോകുമ്പോഴേ സൈജോട്ടൻ പറഞ്ഞു നമ്മൾ സെക്കൻഡ് പാർട്ട് ഇറക്കുന്നുണ്ടെന്ന്. അപ്പോൾ അതൊരു അത്ഭുതമായിരുന്നു. അപ്പോൾ ആ അത്ഭുതം ഇപ്പോൾ സംഭവിച്ചു, അതൊരു വലിയ സക്സസ്സായി. സുഭാഷ് സീനിയറും ജൂനിയറായിട്ട് 2 സുഭാഷുമാർ കേരളത്തിലുണ്ടായി.
ഇപ്പോൾ ആൾക്കാർ സുഭാഷ് എന്ന് വിളിക്കുമ്പോൾ ഞാനും തിരിഞ്ഞു നോക്കാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്നേഹത്തിന് നന്ദി. തോമസ് ഏട്ടന് താങ്ക് യു സോ മച്ച്. തോമസ് ഏട്ടൻ, സൈജു ഏട്ടൻ, കൃഷ്ണദാസ്, ഇതിൻ്റെ ഛായാഗ്രാഹകൻ ബബ്ലു, ബാക്കി എൻ്റെ സഹ അഭിനേതാക്കൾ, ബിന്ദു ചേച്ചി നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. പറയണ്ടല്ലോ, രജനി ചേച്ചി, ശ്രീ ചേച്ചി, ദിവ്യ, ശ്രുതി, എല്ലാവരോടും നന്ദി. താങ്ക് യു ഓൾ. വെരി ഹാപ്പി ടു ബി ഹിയർ. താങ്ക് യു ഓൾ. താങ്ക് യു വെരി മച്ച് ശ്രീ അഭിരാം. ബേബിജി, ഗംഭീരമായിട്ടുള്ള പ്രകടനമാണ്. പ്രേക്ഷകർ നല്ല എങ്ങനെയാണ് റെസ്പോൺസ് ഒക്കെ? എങ്ങനെയുണ്ട് കഥാപാത്രത്തിന്? ഒരു കുറച്ചൊരു വില്ലൻ ടച്ചൊക്കെ ഒരു കഥാപാത്രമല്ലേ? അപ്പം നല്ല കോംപ്ലിമെന്റ്സും ഒപ്പം തന്നെ ആൾക്കാരുടെ കുറച്ച് കമന്റ്സുകളൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പം എങ്ങനെയുണ്ടായിരുന്നു? ആദ്യമായിട്ട് എല്ലാവർക്കും വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ എല്ലാവർക്കും എൻ്റെ വലിയ നമസ്കാരം. ഇവിടെ വന്ന് നിൽക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എസ്പെഷ്യലി ഇതെൻ്റെ ഒരു 3ാമത്തെ പടമായിരുന്നു. അപ്പം അതിൽ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ കിട്ടാനും ഒരു ദാസേട്ടനെ കാണാനും ആ ഒരു കഥ കേൾക്കാനും ഭയങ്കര ഒരു നിമിത്തമായിട്ട് തോന്നി. കാരണം ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു കഥയും അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറായിരുന്നു അത്. അത് ചെയ്തുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ എന്തായിരുന്നു ചോദിച്ചത്? ഓക്കെ, ഒരുപാട് പുതിയ എന്താ പറയുക ആൾക്കാരിൽ നിന്നുള്ള റിവ്യൂ കാര്യങ്ങൾ ഇപ്പം നമ്മൾ ഓൾറെഡി നമ്മുടെ ഒരു കോറിൽ നിന്നോട്ട് മ്യൂസിക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരുപാട് പുതിയ ആൾക്കാരെ കാണാൻ പറ്റി, ഒരുപാട് അനുഭവങ്ങളുണ്ടായി. ആൻഡ് താങ്ക് യു സോ മച്ച് തോമസ് ഏട്ടൻ, ഷൈജു ഏട്ടൻ ആൻഡ് ദാസ് ഏട്ടൻ. ഒരുപാട് എന്താ പറയുക മറക്കാൻ പറ്റാത്ത എന്താ പറയുക അനുഭവങ്ങളും എന്താ പറയുക എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച ഷൂട്ടിംഗ് ഡേയ്സ് ആയിരുന്നു അത്. ആൻഡ് ഇന്നിവിടെ എനിക്ക് ഇത് മേടിക്കാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം. ആൻഡ് താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. മോഹിനിയാട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് വളരെ അഭിമാനമുള്ള നിമിഷങ്ങളാണ് അതിൻ്റെ ഷൂട്ടിംഗ് സമയത്ത് തന്നെ എനിക്ക് ലഭിച്ചത്. കാരണം കൃഷ്ണദാസ് മുരളി എന്ന സംവിധായകൻ, ഞാൻ അദ്ദേഹത്തിൽ കാണുന്നത് പ്രിയദർശൻ്റെയും സിദ്ദിഖ് ലാലിൻ്റെയും ശ്രീനിവാസിൻ്റെയും സത്യനന്ദിക്കാടിൻ്റെയും ഏറ്റവും മോഡേൺ ആയിട്ടുള്ള എലിമെൻസാണ്. കറൻ്റ് ആയിട്ടുള്ള ചിന്ത, ഏതെങ്കിലും ഒരു സീനിലോ ഒരു ഡയലോഗോ പോലും അതിങ്ങനെ ആയാൽ നന്നായിരിക്കില്ലേ എന്ന് എനിക്ക് ചോദിക്കേണ്ടി വന്നിട്ടില്ല. കാരണം കാച്ചിക്കുറുക്കിയ ഡയലോഗ്സാണ്. ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ നമ്മളെല്ലാവരും ചിരിച്ചു, ആസ്വദിച്ചു. അതിനപ്പുറം ഒരുപാട് ചിന്തകൾ സമ്മാനിച്ച ഒരു ചിത്രം കൂടിയാണ്. അതുകൊണ്ടാണ് നിരൂപകരുടെ മുക്തകണ്ഠമായ പ്രശംസ ഈ ചിത്രത്തിന് ലഭിച്ചത്. പ്രേക്ഷകരുടെ മാത്രമല്ല, ശരിയായി സിനിമയെ ഗൗരവത്തോടുകൂടി കാണുന്ന പ്രേക്ഷക സമൂഹത്തിൻ്റെയും നിരൂപകരുടെയും പ്രശംസ ഇതിന് ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇത് വിശ്വാസത്തെ തള്ളി പറയാതെ അന്ധവിശ്വാസത്തെ തള്ളി പറയുന്നു. ഭക്തിയെ എതിർക്കുന്നില്ല, കപടഭക്തിയെ എതിർക്കുന്നു. ഭക്തന്മാരെ എതിർക്കുന്നില്ല, കാപട്യമുള്ള ഭക്തന്മാരെ എതിർക്കുന്നു. ഇങ്ങനൊരു വിഷയം കൈകാര്യം ചെയ്യുന്നത് വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിൽ അല്പം മാറിക്കഴിഞ്ഞാൽ എതിർപ്പ് സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരു വിഭാഗത്തിൽ നിന്നുമൊക്കെ വരാൻ സാധ്യതയുള്ളൊരു വിഷയം ആരെയും വിഷമിപ്പിക്കാതെ വേദനിപ്പിക്കാതെ അതിഗംഭീരമായി അവതരിപ്പിച്ചു എന്നുള്ളതാണ് കൃഷ്ണദാസ് മുരളി എന്ന സംവിധായകൻ്റെ മികവ്. പിന്നെ നിർമ്മാതാക്കൾ എന്ന നിലയിൽ തോമസ് തിരുവല്ലയും സൈജു കുറുപ്പും തീർച്ചയായിട്ടും അവർ അഭിനന്ദനം അർഹിക്കുന്നു. ഭരതനാട്യം എന്ന ചിത്രം തിയേറ്ററിൽ ഇവർ വിചാരിച്ച അത്ര വിജയമാകാതിരുന്നിട്ടും അതിനൊരു 2ാം ഭാഗം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു. OTT-യിൽ ഗംഭീര വിജയമായി. എന്നാൽ പോലും OTT വിജയം കണക്കാക്കി അതിൻ്റെ ഒരു കാൽക്കുലേഷനൊക്കെ ബിസിനസ് പരമായി ചിന്തിച്ചാൽ ചിലപ്പോൾ അതിനൊരു 2nd പാർട്ട് വേണമെന്ന് ആലോചിച്ചേക്കാം. പക്ഷേ ആ കോൺഫിഡൻസ് നിർമ്മാതാക്കൾ എന്ന നിലയിൽ ഇവർ കൊടുത്തത് കൊണ്ടാണ് കൃഷ്ണദാസ് മുരളിക്ക് ഇത്ര കോൺഫിഡൻസോടുകൂടി ഈ ചിത്രം അണിയിച്ചൊരുക്കാൻ കഴിഞ്ഞതെന്നാണ് എൻ്റെ വിശ്വാസം. ഇതിൻ്റെ കോ റൈറ്ററായ വിഷ്ണുവിനും ഞാൻ അഭിനന്ദനം രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം എൻ്റെ കൂടെ അഭിനയിച്ച എല്ലാവരും, ഞാൻ ചെന്ന ആ നിമിഷം, കാരണം ഭരതനാട്യത്തിൽ ഇല്ലാത്ത 2 ആർട്ടിസ്റ്റുകളാണ് ഞാനും സുരാജ് വെഞ്ഞാറമ്പോട്, പിന്നെ ബേബി ജീനും ഇല്ലേ, വിനയ് ഫോർട്ടും, 4 പേര് ഒഴിച്ച് ബാക്കി എല്ലാവരും ഫാമിലിയാണ്. ഈ ഫാമിലിയിൽ ഞങ്ങൾക്ക് ഒരു ആക്ടേഴ്സ് എന്ന നിലയിൽ ഞങ്ങൾക്ക് ലഭിച്ച സ്വീകരണം ഞാൻ നന്ദിപൂർവ്വം ഇവിടെ ഓർക്കുകയാണ്. വളരെ അവരുടെ കുടുംബത്തിലെ ഒരു അംഗം, നമ്മൾ വെളിയിൽ നിന്ന് വരെയാണ്. എൻ്റെ ക്യാരക്ടറെ പേര് ഈപ്പൻ എന്ന് പറഞ്ഞു. ഈപ്പൻ എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല, പേരൊന്നുമല്ല പ്രശ്നം.
ആ ചെയ്തതിലെ ഓരോ ഡയലോഗും ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് വളരെയധികം സന്തോഷിക്കാം. കറിക്കെട്ട് വേണോ, ബിരിയാണിക്കെട്ട് വേണോ തുടങ്ങി അതിലെ ഓരോ ഡയലോഗും, അതിൻ്റെ ഓരോ സിറ്റുവേഷനും. ഇപ്പം പിന്നെ കല എനിക്ക് ഡ്രിങ്ക്സ് ഓഫർ ചെയ്യുമ്പോൾ വേണ്ടെന്ന് പറയുന്നത്, പിന്നെ നമ്മുടെ ചക്ക, താനൂരിലെ ചക്കയുടെ വിഷയം, ഇതൊക്കെ തന്നെ തുടങ്ങി എല്ലാ എലിമെൻസും അതൊക്കെ സൂപ്പർ ഹിറ്റായി മാറുമ്പോൾ ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് എനിക്ക് തീർച്ചയായിട്ടും വളരെയധികം സന്തോഷം. ഇത്തരം വേഷങ്ങൾ, വിശേഷിച്ചും മാർക്കോയിൽ വളരെ സീരിയസ് ആയിട്ടുള്ള വേഷങ്ങൾ കൈകാര്യം, വളരെ ഗൗരവമുള്ള ആൻറ്റി ഹീറോ അല്ലെങ്കിൽ പക്കാ വില്ലൻ വേഷങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹ്യൂമറിന് വേണ്ടി ദാഹിച്ചുകൊണ്ടിരുന്ന സമയത്താണ് വളരെ വെറൈറ്റി ഉള്ളൊരു വേഷം ഈ രൂപത്തിൽ വന്നത്. ഇതിൽ ആദ്യത്തെ പോർഷനൊക്കെ നിങ്ങൾക്കറിയാം, വളരെ ഗൗരവത്തോടുകൂടി വളരെ ഇമോഷണലായിട്ട് പെർഫോം ചെയ്യുന്നതാണ്. പിന്നീടുള്ള ആ പകുതിയിൽ വരുമ്പോൾ അത് വളരെ ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു റോളായിട്ട് മാറുന്നു. അങ്ങനെ ഒരു ആ ക്യാരക്ടർ സ്ട്രെച്ച് ചെയ്യുമ്പോൾ അതും ഈസി അല്ല. അപ്പോൾ അവിടെയൊക്കെ എനിക്ക് ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഞാൻ കൃഷ്ണദാസ് മുരളിയെ 2-3 പ്രാവശ്യം റിലീസിന് ശേഷം വിളിച്ചു. പിന്നെ ഒരിക്കൽ വിളിച്ച് ചോദിച്ചു, അടുത്ത ഭാഗം ഉണ്ടോ എന്ന് പറഞ്ഞു. ഉറപ്പായിട്ടും ഉണ്ട് എന്ന് പറഞ്ഞു. ബാക്കി ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല, എന്തായിരുന്നു ഉണ്ട്. അപ്പം ഞാൻ അടുത്ത ചോദ്യം ചോദിച്ചു, ഞാൻ ഉണ്ടാവുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഉറപ്പായിട്ടും ഉണ്ടാവുന്നു. അപ്പോൾ വളരെ സന്തോഷം തോന്നി. തീർച്ചയായിട്ടും നല്ല പ്രോജക്റ്റുകളുടെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. നല്ല സംവിധായകരോട് അങ്ങോട്ട് വിളിച്ച് ഇന്നും റോൾസ് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നടനാണ് ഞാൻ. കാരണം നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ ഒരു കഥാപാത്രത്തിൽ അതിൻ്റെ വൈവിധ്യം, അതിൻ്റെ വ്യത്യസ്തതയൊക്കെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അതിന് പക്ക റൈറ്റേഴ്സും ഡയറക്ടേഴ്സും വരുമ്പോൾ മാത്രമേ എന്നിലുള്ള ആക്ടേഴ്സിന് കൂടുതൽ തൃപ്തിയോടെ നിങ്ങളുടെ മുന്നിൽ വേഷങ്ങൾ എത്തിക്കാൻ കഴിയുമെന്ന വിശ്വാസക്കാരനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ കേരളത്തിലെ പ്രേക്ഷകരോട് നന്ദി രേഖപ്പെടുത്തുന്നു, നിർമ്മാതാക്കളോട് നന്ദി രേഖപ്പെടുത്തുന്നു, ഈ ശില്പികൾ എല്ലാവരും, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ടെക്നീഷ്യൻസിനോടും കൂടെ സഹകരിച്ച താരങ്ങളോടും എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ലിസിൻ, താങ്ക് യു സോ മച്ച്. ഇവിടെ ലിസ്റ്റിൻ്റെ നിന്നാണ്, ലീഡിംഗ് പ്രൊഡ്യൂസറായ ലിസ്റ്റിൽ നിന്നാണ് ഞാൻ ഈ മെമെൻറ്റോ വാങ്ങിയത്. അപ്പോൾ വളരെ സന്തോഷം. നല്ല നിമിഷങ്ങൾ സമ്മാനിച്ച ഇവരിൽ നിന്നും കൂടുതൽ നല്ല ചിത്രം. സൈജുവിനെ സംബന്ധിച്ചിടത്തോളം അന്തി പൊൻവേട്ടം എന്ന ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടിരുന്നപ്പം ഓരോ കാര്യങ്ങളും എന്നോട് ചോദിച്ചു, സിനിമയിൽ എങ്ങനെയാണ് മൂവ് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചു. ഞങ്ങൾ മണിക്കൂറുകളോളം ചർച്ച ചെയ്തിട്ടുണ്ട്. അന്ന് കുറേ കാര്യങ്ങൾ, എനിക്ക് അറിയാവുന്ന കുറേ കാര്യങ്ങൾ സൈജുവിനോട് പറഞ്ഞു. പക്ഷേ സൈജു നല്ലൊരു വിദ്യാർത്ഥിയാണെന്ന് എനിക്ക് മനസ്സിലായി. വളരെ സൂക്ഷിച്ച് മൂവ് ചെയ്ത് ഇന്ന് സൈജുവിൻ്റെ പേരിൽ കോടികൾ OTT ബിസിനസ്സും തിയേറ്റർ കളക്ഷനും വരുമ്പോൾ സൈജുവിൻ്റെ ഗ്രാഫ് വളരെ ഉയർന്നു നിൽക്കുകയാണ്. ഇന്ന് ആ ബോക്സ് ഓഫീസിൻ്റെ കാര്യം സംസാരിക്കുമ്പോൾ സൈജുവിനെ വെച്ച് പടമെടുക്കാം എന്ന് തീരുമാനിക്കുന്ന പ്രൊഡ്യൂസേഴ്സ് വളരെയധികം കൂടി വരികയാണ്. അത് നല്ല കാര്യമാണ്. അതൊക്കെ ഒരു ആക്ടറിൻ്റെ, ഒരു പിന്നെ ഹീറോയുടെ ഒക്കെ തന്നെ മികവായിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പം എല്ലാ രീതിയിലും വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച് ജഗദീഷ് ചേട്ടാ. അടുത്തായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് അതിപ്രഗത്ഭയായ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്. പ്രിയമുള്ളവരെ, ഭരതനാട്യം എന്ന സിനിമയിൽ വളരെ ശക്തമായ നല്ലൊരു കഥാപാത്രമാണ് ഞാൻ അവതരിപ്പിച്ചത്. നിർഭാഗ്യവശാൽ ആ പടം തിയേറ്ററുകളിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോയില്ല. കാരണം പലതാവാം, ആ വിഷയങ്ങളിലേക്ക് കടക്കുന്നില്ല. എങ്കിലും എൻ്റെ ഫാമിലി ഒരു വൻ വിജയത്തോടുകൂടി മോഹിനിയാട്ടത്തിൽ വന്നതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. എൻ്റെ മക്കളും എൻ്റെ ഭാര്യമാരും എൻ്റെ മരുമക്കളും എൻ്റെ കൊച്ചുമക്കളും ഒന്നും മോശക്കാരല്ല എന്ന് കേരളത്തിൽ തെളിയിച്ചു കൊടുത്തതിന് അങ്ങ് മോളിൽ ഇരുന്നാണെങ്കിലും എല്ലാ അനുഗ്രഹങ്ങളും. അപ്പോൾ ഈ ഒരു സന്തോഷത്തിൽ ഞാൻ നിങ്ങളോടൊപ്പം പങ്കുചേരുകയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇവിടെ ഇരിക്കുമ്പോൾ ചെറിയൊരു കുത്തുണ്ടാവും. ഇത് ഭരതനാട്യം ഓടിയില്ല എന്ന് അയാളെ ഇരുത്തിക്കൊണ്ട് തന്നെ പറയുമ്പോഴുണ്ടാകുന്നൊരു വിഷമമുണ്ടോ കഴിഞ്ഞിട്ട്. ഒരു ഒഴുക്കി കൂടെ പറഞ്ഞു പോയാലൊരു സമാധാനമുണ്ട്. ഇത് കണ്ടൻ്ററിയായിട്ടാണ് ഓടിയിട്ടില്ല എന്ന് തന്നെ പറയുമ്പം എവിടെയോ ഒരു ചെറിയ കുത്തൽ, പിന്നെ ഒരു സമാധാനമല്ലോ OTT ഓടിയല്ലോ എന്ന് നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് രണ്ടെണ്ണം നമ്മളെ പറഞ്ഞപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. എന്തായാലും ശരി തന്നെ, ഈ ഒരു നല്ല മുഹൂർത്തത്തിൽ ഭാവമാക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. മറക്കാതെ ഭരതന്മാരെ ഇങ്ങോട്ട് ക്ഷണിച്ചതിൽ നിങ്ങൾ നമ്മുടെ എല്ലാ ഗ്രൂപ്പിനോടും എല്ലാ ആൾക്കാരോടും എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദി,
കടപ്പാട് അറിയിക്കുകയാണ്. ഇനിയും ഒരുപാട് വൻ വിജയങ്ങൾ ഈ ബാനറിൽ കൂടി ഉണ്ടാകട്ടെ. അതിനൊപ്പം സഹകരിക്കാൻ ഇതിലുള്ളവർക്കെല്ലാം സാധിക്കട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. തന്ന സ്നേഹത്തിന് ഇപ്പോഴും സ്വീകരിക്കുന്നതിന്, ഇപ്പോഴും സന്തോഷത്തോടുകൂടി നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ സാധിക്കുന്നതിന് ജഗദീശ്വരനോട് നന്ദി പറയുന്നു. ഒപ്പം എന്നെ സ്നേഹിക്കുന്ന എൻ്റെ നല്ലവരായ ഓഡിയൻസിനോടും എൻ്റെ നന്ദി കടപ്പാട് രേഖപ്പെടുത്തുകയാണ്. എന്നെ ഒരുപാട് സഹായിച്ച, എന്നെ ഒരുപാട് രക്ഷിച്ച, എനിക്ക് ഒരുപാട് മുന്നേറ്റങ്ങൾ തന്ന എൻ്റെ ആദ്യത്തെ പ്രവർത്തനം റാംജി റാവുവിൻ്റെ തന്നെ ഒരു പ്രൊഡ്യൂസർ അവിടെ തന്നെ ഇരിപ്പുണ്ട് വച്ചൻ. അപ്പം ആ കാലഘട്ടം ഓർക്കുന്നു, ഈ കാലഘട്ടം ഓർക്കുന്നു, ആ വ്യത്യാസങ്ങൾ മനസ്സിലാക്കുന്നു. അത് തിരുത്തി മുന്നോട്ട് പോകാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. ഇതിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ സിനിമയിൽ ചേട്ടൻ്റെ ഫോട്ടോ ആണ് കാണിക്കുന്നത്. അപ്പോൾ അത് എന്താണ് ചേട്ടന് പറയാൻ? അത് നിസ്സാര കാര്യമാണ്. കാരണം വെച്ചാൽ ഫോട്ടോ മതി പോരെ. ആ ഫോട്ടോയിലെ പല ആംഗിളിൽ നിന്ന് നോക്കും, പല പല രൂപങ്ങൾ കാണാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതൊക്കെ എങ്ങനെ? എൻ്റെ മക്കളിലൂടെ അവർ കൊടുക്കുന്ന ഓരോ ഷാഡോസിൽ നോക്കുമ്പോൾ ഭരതനായുടെ ഒരു ഫോട്ടോ മതി. ആ ഫോട്ടോയിൽ അവർ തന്നെ കൊടുക്കുന്നുണ്ട് പല പല ഷാഡോസ്. ആ ഷാഡോസാണ് അഭിനയിക്കാതെ ഒരു മൊമെൻ്റോ വേണിക്കാൻ എനിക്ക് സാധിച്ചതും ഇവിടെ ഇങ്ങനെ നിൽക്കാൻ സാധിക്കും. എൻ്റെ വീട്ടിൽ ഇരിക്കുമല്ലോ ഇതൊരു സാധനം. ആദ്യം തേങ്ങയായിരുന്നു, ഇപ്പോൾ വന്നിട്ട് എന്താണ് മിച്ചറും സംഭാരവും. ഓക്കെ, ദാഹം മാറട്ടെ. എല്ലാ ആശംസകളും നൽകുന്നു. താങ്ക് യു വെരി മച്ച്. പിന്നെ ഒരു കാര്യം, സൈജുവിനോട് എനിക്കുള്ളൊരു, സൈജുവിന് എൻ്റെ അടുത്ത് എത്ര കിടപ്പാടുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ സൈജുവിൻ്റെ അടുത്ത് എനിക്ക് ഭയങ്കര സ്നേഹമുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, സൈജുവിൻ്റെ ആദ്യത്തെ പടം, ഹരിഹര സാറിൻ്റെ ആദ്യത്തെ പടത്തിനകത്ത് സൈജുവിനോടൊപ്പം ഞാനും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ സൈജു ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന പടത്തിനകത്ത് ഞാനുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ പടത്തിന് ആ പടം അത്ര സുഖമായിട്ട് പോയില്ല. അപ്പോൾ രണ്ടാമത്തെ പടത്തിന് ഞാൻ വന്നിട്ട് ആ പടവും സുഖമായിട്ട് പോയില്ല. അപ്പോൾ എനിക്ക് എന്തെങ്കിലും രാശിക്കുഴപ്പമുണ്ടോ? ഇല്ലെന്ന് വിശ്വസിക്കുന്നു. കാരണം ഒറ്റ ഫോട്ടോ കൊണ്ട് തന്നെ ഇത്രയായില്ലേ. അപ്പോൾ അതല്ല വിഷയം. എല്ലാം ഒരു സമയമാണ്. ആ സമയം നമ്മൾ ആഗ്രഹിക്കുമ്പോഴല്ല, നമ്മളത് തേടി എത്തുമ്പോഴാണ് നമ്മൾ ആഹ്ലാദിക്കേണ്ടത്. അല്ലേ ലിറ്റിൽ സ്റ്റീഫൻ? തീർച്ചയായിട്ടും. എന്നുവെച്ചാൽ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പടത്തിൽ ഞാനുണ്ടായിരുന്നു. അതിൻ്റെ പേരാണ്. പിന്നെ അതിനുശേഷം അതേ പടത്തിലൊന്നും വിളിച്ചിട്ടില്ല. അതും നല്ല കാര്യം. താങ്ക് യു വെരി മച്ച്. അപ്പം അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയിൽ എല്ലാവരും സന്തോഷം, ഭയങ്കര സന്തോഷമാണ് എനിക്ക് കേട്ടോ. കാര്യം വേറൊന്നുമല്ല, ഈ സൈജു പറഞ്ഞ പോലെ ഈ സംസാരിക്കണമെന്ന് തോന്നി സംസാരിക്കുമ്പോൾ വാക്കുകൾ കിട്ടില്ല. പിന്നെ എന്തെങ്കിലും സംസാരിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ നന്ദുവിൻ്റെ മുഖത്ത് നോക്കണം, അപ്പോഴാണ് എനിക്ക് സംസാരിക്കാൻ സാധിക്കുള്ളൂ. കാരണം രഞ്ജിത്ത് പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുകയാണ്. പക്ഷേ അതിമനോഹരമായി ചെയ്തിട്ടുണ്ട്. നന്നായി വരട്ടെ. ജഗദീഷ് എന്താണ് പറ, ഇപ്പം ഞങ്ങളൊരു പടം കഴിഞ്ഞ് വന്നേ ഉള്ളൂ. മോഹിനി, നമ്മുടെ മധുവിധു എന്ന് പറഞ്ഞ പടം ഞങ്ങളുടെ മോൾ അഭിനയിച്ചതാണ്. ഒപ്പം എല്ലാ അനുഗ്രഹങ്ങളും കൊടുത്ത് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പ്രത്യേകം നന്ദി. ഈ പടത്തിൽ നന്നായിരിക്കുന്നു. ഏത് പടത്തിലാണ് നന്നാവാത്തത്? ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച് സൈജുട്ട. സ്റ്റേജിൽ തന്നെ ഒരു അല്പനേരം നിൽക്കുന്ന റിക്വസ്റ്റ് ചെയ്യുന്നു. അടുത്ത